ഞാൻ വലിയ റേസിംഗ് മൂവി ഫാനൊന്നുമല്ല. അങ്ങനെ F1 എല്ലാവരും കണ്ടിന്യൂസ്ലി നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. ആൻഡ് കിടിലാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവസാനം പോയി കണ്ടു സിനിമ. ചില മൂവീസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവില്ല. അതായത് അതിലെ നടൻ നിൽക്കണ പോലെ നമുക്ക് നിൽക്കണം തോന്നും, നടക്കണ മാതിരി നടക്കണം തോന്നും. ആ നടൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ വരെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവും. ഭയങ്കര സ്വാഗൊക്കെ തോന്നുന്ന ഒരു കരിഷ്മാറ്റിക് ആയിട്ടുള്ള നടൻ. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ അങ്ങനെ രജനീകാന്തിൻ്റെ പണ്ടത്തെ പടമൊക്കെ വേണേൽ പറയാം. അങ്ങനെ ഭയങ്കര കരിഷ്മാറ്റിക്കലി ഇൻസ്പയർ ചെയ്യുന്ന കുറച്ച് നടന്മാരുണ്ട് നമ്മളെ മൊത്തത്തിൽ. ആൻഡ് ഹോളിവുഡിലൊരു നോൺ സൂപ്പർ ഹീറോ മൂവി ആഫ്റ്റർ എ ലോങ് ടൈം ഭയങ്കരമായിട്ട് സംഭവം ചെയ്യുന്ന കാണുമ്പോഴും ഭയങ്കര രസമുണ്ട്. ഈ ഐമാക്സിലൊക്കെ ടിക്കറ്റ്സ് ഫുള്ളാണ്, 4DXലൊക്കെ ടിക്കറ്റ്സ് ഫുള്ളാണ്. ആ ഒരു ലെവലിൽ നല്ല രീതിയിൽ റണ്ണപ്പ് ചെയ്യുമ്പോൾ ആ സിനിമ കാണാണ്ടിരിക്കരുത് എന്ന് വിചാരിച്ച് കണ്ടാണ്. ആൻഡ് ദിസ് ഈസ് ടോട്ടലി വർത്ത് ഇറ്റ്. നിങ്ങളൊരു റേസ് മൂവി ഫാൻ അല്ലെങ്കിലും ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓവർലി റേസ് കാണിക്കാതെ സ്റ്റോറി ആയിട്ട് തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു ഈ സിനിമ. ആൻഡ് സിനിമയിൽ ഉടനീളം വെച്ച ആ ഫണ്ണും കാര്യങ്ങളൊക്കെ രസമുണ്ട്. എല്ലാം കൊണ്ടും ഒരു ടോട്ടലി പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു വർത്ത് മൂവിയാണ്. ലാസ്റ്റ് ആ റേസ് അവസാനിക്കുന്ന സീനൊക്കെ പ്യുവർലി ഗൂസ് ബംസ്. ആൻഡ് അവിടെ വെച്ച് 2 ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗൊക്കെ സീനായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഭയങ്കരമായിട്ട് റേസ് തന്നെ ഫോക്കസ് ചെയ്യാതെ ആ ഒരു സ്റ്റോറി നല്ല വൃത്തിയിൽ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും ഇപ്പോൾ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.